ചെന്നൈ സൂപ്പർ കിങ്സ് തന്നിൽ അർപ്പിച്ച വിശ്വാസത്തിന് പകരമായി മികച്ചൊരു പ്രകടനം നടത്താൻ അദ്ദേഹം ആഗ്രഹിച്ചു. എഴുന്നേറ്റ് നിന്ന് വി ആർ സ്റ്റിൽ ഇൻ ദി ടൂർണമെൻറ്റ് എന്ന് പറയാൻ അദ്ദേഹം ആഗ്രഹിച്ചു. അത് ചെയ്ത് കാണിച്ചു. ചെന്നൈയിലെ പുതിയ ഡോൺ, യെസ്, അവരുടെ സ്വന്തം ചേട്ടൻ. ആദ്യ 3 കളികൾ പരാജയപ്പെട്ടപ്പോൾ ടീമും അദ്ദേഹവും ഒരുപാട് പഴികേട്ടതാണ്. ഇതാ ഇൻ സ്റ്റൈൽ ചെന്നൈ ക്രൗഡിന് മുന്നിൽ സഞ്ജു സാംസൺ മിന്നിക്കത്തി നിൽക്കുന്നു. ഈ IPL ആദ്യ സെഞ്ചുറിയാണ് അവിടെ പിറന്നത്. അതിൻ്റെ ഫലമായിട്ട് തന്നെ ഈ IPL ആദ്യ വിജയം CSK നേടുകയും ചെയ്തു. നോക്കുക, എന്തെല്ലാം റെക്കോർഡുകളാണ് അദ്ദേഹം ഈ ഒരു പ്രകടനത്തിലൂടെ സ്വന്തമാക്കിയിരിക്കുന്നത്. ഫസ്റ്റ് IPL സെഞ്ചുറി ഇൻ 2026 IPL സീസൺ. ഈ സീസണിലെ ആദ്യത്തെ സെഞ്ചുറി, ഫസ്റ്റ് സെഞ്ചുറി ഓഫ് IPL 2026 ബിലോങ്സ് ടു സഞ്ജു സാംസൺ. കഴിഞ്ഞില്ല. നോക്കുക, CSKയുടെ ചരിത്രത്തിൽ ഏറ്റവും ഉയർന്ന സ്കോർ, ഹയസ്റ്റ് സ്കോർ നേടിയ താരങ്ങളുടെ ലിസ്റ്റിൽ സഞ്ജു ഇപ്പോൾ 4ാമത്. 1 മുരളി വിജയാണ് 127 റൺസ് 2010 RRനെതിരെ നേടിയിരുന്നു. 2 ഷെയ്ൻ വാട്സനാണ് SRHനെതിരെ 2018 117 നോട്ടൗട്ട്. 3 മൈക്ക് ഹസിയാണ് 2008 കിങ്സ് 11 പഞ്ചാബിനെതിരെ 116 നോട്ടൗട്ട്. ഇതാ സഞ്ജു സാംസൺ 2026 DCക്കെതിരെ 115 നോട്ടൗട്ട്. ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ ഇന്നിങ്സ് എന്നർത്ഥം. കഴിഞ്ഞില്ല. സഞ്ജു സാംസൺ 3 വ്യത്യസ്ത ഫ്രാഞ്ചൈസികൾക്ക് വേണ്ടി സെഞ്ചുറി അടിക്കുന്ന IPLലെ 2ാമത്തെ മാത്രം താരം ആഫ്റ്റർ KL രാഹുൽ. ആർക്കൊക്കെ വേണ്ടിയിട്ടാണ്? DCക്ക് വേണ്ടി 2017 RPSനെതിരെ, റേസിംഗ് പൂനെ സൂപ്പർ ജയൻസിനെതിരെ 102 റൺസ് അദ്ദേഹം അടിച്ചിരുന്നു 63 പന്തുകളിൽ നിന്ന്. 2019 SRHനെതിരെ അദ്ദേഹത്തിൻ്റെ വക 102 റൺസ്. 2021 PBKസിനെതിരെ 119 റൺസ്. ഇത് 2026 DCക്കെതിരെ അദ്ദേഹം 102 റൺസ്. അപ്പോൾ DCക്കും RRനും CSKക്കും വേണ്ടി അദ്ദേഹം സെഞ്ചുറികൾ കുറിച്ചിരിക്കുന്നു. ഇനി നോക്കുക, 400 സിക്സറുകൾ T20 ക്രിക്കറ്റിൽ അദ്ദേഹം ഇപ്പോൾ തികച്ചിരിക്കുന്നു. ഇന്ത്യൻ ബാറ്റർമാരിൽ 4ാമത്തെ മാത്രം താരമാണ് അദ്ദേഹം. രോഹിത് ശർമ്മ 554 സിക്സറുമായിട്ട് 1ാമത്. വിരാട് കോഹ്ലിക്ക് 441 സിക്സറുകൾ. സൂര്യകുമാർ യാദവിന് 442 സിക്സറുകൾ. ഇതാ ആ കൂട്ടത്തിലേക്കും സഞ്ജു എത്തിയിരിക്കുന്നു. യെസ്, സഞ്ജു ഈ IPL കണ്ട, ഇന്ത്യൻ T20 ക്രിക്കറ്റ് കണ്ട ഏറ്റവും മികച്ച ബാറ്റർമാരിൽ ഒരാളാണ്.